നമുക്ക് ഗുഡ് ന്യൂസും ഉണ്ട്, ബാഡ് ന്യൂസും ഉണ്ട്. ആദ്യമേ ബാഡ് ന്യൂസിനെ കുറിച്ച് പറയാം. നമ്മൾക്ക് പതിവ് പോലെ ട്രംപ് താരിഫ് EUക്കെതിരെ അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ്സിനെതിരെ താരിഫ് കൊണ്ടുവരുന്നു. അത് വളരെ ശക്തമായിട്ട് വളരെ മോശമായിട്ട് ബിറ്റ്കോയിനെ ബാധിക്കുന്നുണ്ട്. വളരെയധികം ഫിയറാണ് എല്ലായിടത്തും കാണാൻ ഒക്കുന്നത്. പക്ഷേ ഇവിടെ 95,000 ബിറ്റ്കോയിൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഐ തോട്ട് ഇറ്റ് വിൽ ബ്രേക്ക് അപ്പ്. പക്ഷേ അഗൈൻ ഈ പറഞ്ഞ പോലെ പുള്ളി വീണ്ടും താരിഫിൻ്റെ ഇഷ്യൂസ് വീക്കെൻഡിൽ കൊണ്ടുവരുന്നു. CME മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഇറ്റ്സ് വെൻ ഡൗൺ ഫ്രം 95,000 to 90,000 അറൗണ്ട് $4,000 to $5,000 താഴെ വീണത്. ആക്ച്വലി ഇറ്റ്സ് ബെറ്റർ ടൈം ടു ബൈ ബിറ്റ്കോയിൻസ് ചീപ്പസ്റ്റ് ആറ്റ്. ഞാൻ ഈ ഹെഡിങ് പറയുന്ന പോലെ തന്നെ താരിഫ് ഫിയർ ഹെൽപ്സ് us get more സത്തോഷി. സോ ഒരാൾ മാത്രം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഈ ലോകത്ത്. അത് അടുത്ത ക്ലിപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഹു വിൽ ബി ദാറ്റ്? നിങ്ങൾക്കറിയാം ആരായിരിക്കും എന്നുള്ള കാര്യം. ഓഫ് കോഴ്സ് ഇസ് മൈക്കിൾ സെയ്ലർ. ഇന്നത്തെ പോസ്റ്റിൽ കാണിച്ചിരിക്കുന്ന അദ്ദേഹം ഏകദേശം 22,305 ബിറ്റ്കോയിൻ മേടിച്ചേക്കുന്നത്, അറൗണ്ട് $2.13 ബില്യൺ. എനിക്കൊന്ന് ഏകദേശം അഞ്ചാമത്തെ ഈ MSTRൻ്റെ ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ഹിസ്റ്ററിയിൽ ഏകദേശം അഞ്ചാമത്തെ വലിയ പർച്ചേസിംഗ് ആണ്. MSTR എന്താണെന്ന് അറിയാത്തവരോട് പറയുന്നത്, MSTR എന്ന് വെച്ചാൽ ഒരു കമ്പനിയാണ്. അതിൻ്റെ CEO ആണ് മൈക്കിൾ സെയ്ലർ. അപ്പോൾ MSTR എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ MSTRൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ബൈയിങ് ബിറ്റ്കോയിൻ. ലോകത്തിലെ ഏത് കമ്പനിയെക്കാളും കൂടുതൽ ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യുക ആദ്യമേ. ദാറ്റ്സ് ദ ഗെയിം നൗ. അപ്പോൾ അവരുടെ കയ്യിൽ ഏകദേശം 700,000 7,09,715 ബിറ്റ്കോയിൻ ഉണ്ട് ഇപ്പോൾ. ഓ മൈ ഗോഡ്, 300K ബിറ്റ്കോയിൻ കൂടെ മതി 1 മില്യൺ എത്താൻ. That's huge, man. That's huge. I don't think so anyone can achieve this target, but I doubt it. See, 22,305 ബിറ്റ്കോയിൻ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള 22,305 ഓരോ ആളുകളുടെയും ഇപ്പോൾ ഒരു ബിറ്റ്കോയിൻ മേടിക്കാൻ ഒരാൾക്ക് ഉള്ള ഒരു അവസരമാണ് നമ്മുടെ MSTR മൈക്കിൾ സെയ്ലർ എടുത്ത് മാറ്റിയേക്കുന്നത്. ഈ 22.305 എന്ന് പറയുന്ന ഏകദേശം 0.10%, 21 മില്യനകത്ത് 0.10% ഒറ്റ ബൈ കൊണ്ട് പുള്ളി മേടിച്ചേക്കുന്നത്. അപ്പോൾ ഈ ക്ലിയർ ഹെഡിങ് പറഞ്ഞ പോലെ തന്നെ he has a clear conviction what's going to happen. He's preparing for that. Man is preparing for that. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ബിറ്റ്കോയിൻ ബൈ. അദ്ദേഹം 2020 മുതൽ ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നുണ്ട്. അപ്സ് ആൻഡ് ഡൗൺ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സി, ഇത് എല്ലാ വീക്കിലും, ഓൾമോസ്റ്റ് എല്ലാ വീക്കിലും അതേ ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ ഏറ്റവും കൂടുന്നുണ്ട്. ഹൈ പോകുമ്പോഴാണ് പുള്ളി കൂടുതൽ ബിറ്റ്കോയിൻ മേടിക്കുന്നത്. ഇറ്റ്സ് ഹ്യൂജ്. ഇതായിരിക്കണം നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാണേണ്ടത്. എവറി സിംഗിൾ വീക്ക് യു ഹാവ് ടു ബൈ ബഡി. സോ ഓക്കെ, സോ നെക്സ്റ്റ് ന്യൂസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ ന്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു മീ. അതായത് ഏകദേശം വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞൊരു ഒരു ടാക്സ് റിഡക്ഷൻ്റെ ഒരു പോളിസി ട്രംപ് കൊണ്ടുവന്നിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ജൂലൈ 2025. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്സിന് ടാക്സ് ഇല്ല, ഓവർ ടൈം പേ ചെയ്യുന്നതിന്, ജോലി ചെയ്യുന്നതിന് ടാക്സ് ഇല്ല. ഓവർ ടൈമൊക്കെ ഇവിടെ കാനഡയിലൊക്കെ ഇഷ്ടം പോലെ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും ഓവർ ടൈം ചെയ്യുമ്പോൾ. 1.5 നമുക്ക് ഓവർ ടൈം ചെയ്യുമ്പം കിട്ടും. എത്രയാണ് നമ്മുടെ ഈ അവർലി സാലറിയുടെ 1.5. പക്ഷേ കൂടുതൽ ഓവർ ടൈം ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ടാക്സ് പിടിക്കും. ബട്ട് ജൂലൈ മുതൽ ആ ഒരു പ്രോസസ്സ് പോളിസി ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും അതെല്ലാ കമ്പനികളും പൂർണ്ണമായിട്ട് ആക്ടിവേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പം ജാൻ ഫെബ്രുവരി മാർച്ചൊക്കെ ടാക്സ് ഫയലിംഗ് പീരീഡ്സാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഏകദേശം മാർക്കറ്റിൽ പൊതുജനങ്ങളുടെ ഇടയിലോട്ട് അറൗണ്ട് 150 ബില്യനാണ് ഇത് കിട്ടാൻ വേണ്ടി പോകുന്നത്. കാരണം ജൂലൈ മുതൽ ഇത് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും, ഈ പോളിസി ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും ഈ ടാക്സ് ഡിഡക്ഷൻ്റെ കാൽക്കുലേഷനൊന്നും സാലറിയിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു റിട്ടേൺസ് കിട്ടാൻ പോകുന്നത് ഈ ജാനുവരി, ഫെബ്രുവരി, മാർച്ചിലൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഒരു ഫാമിലിക്ക് ഏകദേശം $800 to $3,000 വരെ ഈ ഒരു റേഞ്ചിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മണി എവിടെ പോകും? സ്റ്റോക്ക് മാർക്കറ്റിൽ പോകാം, ക്രിപ്റ്റോയിൽ പോകാം. ഇറ്റ് വിൽ ബി ഹോട്ട് ഫോർ മാർച്ച്
ഫോർ ദ മാർക്കറ്റ്. കാരണം ആ പൈസ നേരെ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ചില ആളുകൾ എന്ത് ചെയ്യും, മാർക്കറ്റിൽ പോയി അവർക്ക് ഫർണിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കും. ചില ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും. സോ ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. ഈ ഒരു വാർത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ്. സോ ഗോയിങ് ടു ദ നെക്സ്റ്റ് slide. Bitcoin is the best performing asset. That will be for next ഇതുവരെ അങ്ങനെ തന്നെയാണ്, അടുത്ത 10 yearsഉം അങ്ങനെ തന്നെയാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു ചാർട്ട്. 2015 മുതൽ 2025 വരെ, അതായത് ലാസ്റ്റ് 10 കൊല്ലത്തെ കേഗർ എന്ന് പറയുമ്പോൾ ആവറേജ് ആനുവൽ ഗ്രോത്ത് പോലല്ല. ആവറേജ് ആനുവൽ ഗ്രോത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ആവറേജ് ആനുവൽ ഗ്രോത്ത് ലാസ്റ്റ് 10 yearsൻ്റെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എബോവ് 67%. ഓക്കെ, പക്ഷേ ഇവിടെ കേഗർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ഔട്ട് ചെയ്തിട്ട്, അപ്പ് ആൻഡ് ഡൗൺ സ്മൂത്ത് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു റിയൽ ഒരു വളർച്ച നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ലാസ്റ്റ് 10 കൊല്ലമായിട്ട് ബിറ്റ്കോയിൻ്റെ കേഗർ എന്ന് പറയുന്നത് 67%. അതായത് ഓരോ കൊല്ലവും ഏകദേശം 67% വീതം ബിറ്റ്കോയിൻ പൊങ്ങുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ലാസ്റ്റ് 10 years. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നാസ്ഡാക്ക് 19%, S&P 500 13%, റിയൽ എസ്റ്റേറ്റ് 5%, ഗോൾഡ് 12%, സിൽവർ 15%, US ടോട്ടൽ ബോണ്ട് മാർക്കറ്റ് 2%, ക്യാഷ് ടു കമ്മ്യൂണിറ്റീസ് 3%. അപ്പം നത്തിങ് ഇസ് ക്ലോസ് ടു ബിറ്റ്കോയിൻ 67%. 10 year. ഇമാജിൻ അടുത്ത 10 കൊല്ലം ഈ പറയുന്ന 67% തരാതെ അത് നേരെ പകുതിയുടെ കാളിലും താഴെ 30% വീതം ഇനി കേഗർ പോകുന്നുണ്ടെങ്കിൽ അടുത്ത 10 കൊല്ലം. അപ്പോൾ 2015 തൊട്ട് 2025 വരെയുള്ള കാൽക്കുലേഷനാണ് നമ്മൾ ഈ കണ്ടത്. 2026 തൊട്ട് 2036 വരെ ബിറ്റ്കോയിൻ 30% വീതം പോകുന്നുണ്ടെങ്കിൽ, അപ്പോൾ 2026 ഞാൻ കൊടുത്തേക്കുന്നത് 92,000 മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇപ്പോഴത്തെ ഏകദേശം വില. 2027 30% വെച്ച് കേഗർ പോകുകയാണെന്നുണ്ടെങ്കിൽ 1,19,000, 155,000. 2030 2,62,000, 2031 3,41,000, അങ്ങനെ 2036 അറൗണ്ട് 1.2 million. ഇവിടുന്ന് 10 കൊല്ലം. അത് ഓർക്കണം, 30% കേഗർ ഇസ് സോ കൺസർവേറ്റീവ്. നാണക്കേടാണ് ബിറ്റ്കോയിൻ ഇതിങ്ങനെ പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മളിവിടുന്ന് നേരെ ഹാഫ് കട്ട് ചെയ്തിട്ട്, ഇവിടുന്ന് 67 കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഏകദേശം ഇതേപോലെ തന്നെ റിട്ടേൺസ് നമ്മൾ 100-ന് മുകളിൽ നമ്മളിവിടെ പ്രതീക്ഷിച്ചു. പക്ഷേ നമുക്കത് കിട്ടിയില്ല. അങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഹയർ. ഓക്കെ, സോ 30% വെച്ചിട്ട് പോലും 10 കൊല്ലം കൊണ്ട് 1.2 million വിത്ത് 30%. ഇവിടെ 30% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ 30% ആണെങ്കിൽ പോലും ഇവിടെ അതിനെ ബീറ്റ് ചെയ്യാൻ പോലും ഇല്ല. വീണ്ടും 30%, 25% എബോവ് പോകുന്ന സാധനം ഇവിടെ ഇല്ല. അപ്പോൾ അടുത്ത 30%, ഈവൻ 30% സോളിഡ് കേഗർ, സോളിഡ് ഗ്രോത്ത് പെർ ഇയർ 30%. ബട്ട് Bitcoin going to give more than that, maybe I believe it will be more than 67%. കാരണം എന്ന് പറയുന്നത് ബാക്കിയുള്ള അസറ്റ് പോലെകളല്ല. 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ മേടിക്കാൻ, ഗോൾഡ് മേടിക്കാൻ, സിൽവർ മേടിക്കാൻ, ഇറ്റ് വിൽ ബി ദെയർ. ബട്ട് 10 കൊല്ലം കഴിഞ്ഞ് ബിറ്റ്കോയിൻ മേടിക്കാൻ ഒക്കുമെന്ന് അറിയത്തില്ല. കാരണം ഡിഡ് യു സീ ദാറ്റ് സെയിലർ ഹൗ മച്ച് ഹി ബോട്ട് ടുഡേ? ഇറ്റ്സ് ക്വൈറ്റ് അമേസിങ് മാൻ. ഇറ്റ്സ് ക്ലിയർ കൺവിക്ഷൻ ദാൻ കൺഫ്യൂഷൻ. ഓക്കെ, സോ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിഥിങ് ഗെറ്റ്സ് ചീപ്പ് ഓൺ ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡ്. ഇത് വെൻ ഐ സോ ദിസ് പിക്ചർ, ഒത്തിരി ചിന്തിക്കാനുണ്ട് ഈ പിക്ചറിനകത്ത്. നമുക്ക് ഒത്തിരി ഇറ്റ്സ് അമേസിങ്. ആര് തന്നെ ഇത് ചെയ്താലും ഇറ്റ്സ് അമേസിങ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതെന്താണ് പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു സാധാരണ ഒരു ആവറേജ് വീടിൻ്റെ വിലയാണ്. 2012 അമേരിക്കയിൽ ഒരു വീടിന് $2,38,700 ആയിരുന്നു 2012. അപ്പോൾ ആ സമയത്ത് ഈ ഒരു വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ $2,38,000 വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ $, അത്രയും വേണം. അതേസമയം ബിറ്റ്കോയിൻ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ 43,000-ഓളം, ഏകദേശം 44,000 ബിറ്റ്കോയിൻ കൊടുക്കണമായിരുന്നു. 2016 എന്ത് സംഭവിച്ചു? 4 കൊല്ലത്തിനിപ്പുറം ശേഷം എന്ത് സംഭവിച്ചു? അതേ വീടിൻ്റെ വില കൂടി. അത്
300K വിലയുള്ള വീടായിട്ട് മാറി. ആ സമയത്ത് എന്ത് പറ്റി? 531 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. അതായത് 4 കൊല്ലത്തിന് മുന്നേ 43,878 ബിറ്റ്കോയിൻ ആയിരുന്ന സമയത്ത് വീട് 2,38,000 ആ ഒരു വീട് മേടിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ 4 കൊല്ലത്തിനിപ്പുറം 531 ബിറ്റ്കോയിൻ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ 43,878 ബിറ്റ്കോയിൻ ഉണ്ട് 2012. 2026 2016 നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബിറ്റ്കോയിൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ 2,38,700 രൂപയുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കാം, ഒരാളുടെ കയ്യിൽ 43,878 ബിറ്റ്കോയിൻ ഉണ്ട്, ഒരാളുടെ കയ്യിൽ വേറൊരാളുടെ കയ്യിൽ 2,38,700 ഡോളറും ഉണ്ട്. അപ്പോൾ ഈ 2 പേർക്ക് അടുത്ത കൊല്ലം വീട് വേണം. അപ്പം ഇതേ ഇത്രയും സേവ് ചെയ്തിട്ടുണ്ട്. 2016 ആകുന്നു. 2016 ആകുമ്പോൾ അങ്ങേര് വീട് മേടിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ ഈ 2,38,000 കൂടി $, വീണ്ടും കൂടി. അപ്പം വീണ്ടും അയാൾ പൈസ ഉണ്ടാക്കണം 2016 വീട് വെക്കണമെന്നുണ്ടെങ്കിൽ. അതേസമയം ബിറ്റ്കോയിൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ആൾ അയാളുടെ കയ്യിൽ നിന്ന് 531 ബിറ്റ്കോയിൻ മാത്രം ചിലവാക്കിയാൽ മതി 44,000 ബിറ്റ്കോയിനിൽ നിന്ന് ഈ വീട് വാങ്ങാൻ വേണ്ടി. അപ്പോൾ അടുത്ത കൊല്ലം എന്ത് സംഭവിച്ചു? വീണ്ടും $, വീടിൻ്റെ വില കൂടുന്നു. പക്ഷേ 531 നിന്ന് വീണ്ടും 33 ബിറ്റ്കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ 2020 ഇരിക്കുന്നു. അപ്പോൾ ഈ 43,000 ബിറ്റ്കോയിനുള്ള ആൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2024 അദ്ദേഹത്തിന് 5 ബിറ്റ്കോയിൻ, ഏകദേശം 6 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി ഈ 400,000 വീട് മേടിക്കാൻ വേണ്ടി. അപ്പോൾ നാലേക്കണം, സെയിം വീട് $, അതിൻ്റെ വാല്യൂ മേപ്പോട്ട് പോകുന്നു. ഇറ്റ്സ് നോട്ട് വാല്യൂ ഗോയിങ് അപ്പ് അല്ല, അതിൻ്റെ വാല്യൂ കുറയുവാണ് ആക്ച്വലി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ $, അത് പോകുന്നതായിട്ട് കാണാൻ നോക്കും. പക്ഷേ ബിറ്റ്കോയിനിൽ അത് താഴോട്ട് പോകുന്ന കാണാൻ നോക്കും. ഈ വീടിൻ്റെ വാല്യൂ താഴോട്ട് പോകുന്നു. അപ്പോൾ ഏകദേശം കണക്കനുസരിച്ച് 2028 അറൗണ്ട് 600,000 ആണ് ഈ ഒരു വീടിൻ്റെ വിലയെങ്കിൽ 0.40 ബിറ്റ്കോയിനൊക്കെ കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഒരാൾ ഈ 43,000 രൂപ ബിറ്റ്കോയിനുള്ള ആൾ ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0.4 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ബിറ്റ്കോയിനിൽ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളുടെയും വില കുറയും, വാല്യൂ കുറയുന്നതായിട്ട് കാണാം. പക്ഷേ നിങ്ങൾ ഡോളറിലോ കറൻസിയിലോ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇൻഫ്ലേഷൻ ചെയ്തു പോകുന്നതായിട്ട് കാണാനൊക്കെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചാർട്ടാണ്. ഇത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് തോട്ട്. ടൈം ഇൻ ദ മാർക്കറ്റ് ബിൽഡ്സ് വെൽത്ത്. ഇറ്റ്സ് വെരി ട്രൂ. അതായത് ഇദ്ദേഹം പറയുന്നത് ബിറ്റ്കോയിൻ സ്പെൻഡ്സ് 90% ഓഫ് ടൈം ടെസ്റ്റിംഗ് യുവർ പേഷ്യൻസ് ആൻഡ് 10% ഓഫ് ദ ടൈം ചേഞ്ചിങ് യുവർ ലൈഫ്. 90% സമയം നിങ്ങളുടെ പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യും. ഇറ്റ്സ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ, ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ, ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ. ദ മോസ്റ്റ് പീപ്പിൾ ക്വിറ്റ് ബിഫോർ ദ പാർട്ട് ദാറ്റ് മാറ്റേഴ്സ്. കൂടുതൽ ആളുകളും 90% ആളുകളും എന്ത് ചെയ്യും? ബിറ്റ്കോയിൻ സെല്ല് ചെയ്യും. കാരണം എന്താണ്? നത്തിങ് ഈസ് ഹാപ്പനിങ്, സോ ബോറിങ് അല്ലേ? ഇനി അടുത്തൊരു പിക്ചർ നമുക്കൊന്നും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനീ പറയുന്നത് ഇത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ കൊടുത്തേക്കുന്ന ഹെഡിങ് എന്താണ്? ഇഫ് യു മിസ് 4 to 5 weeks, നിങ്ങൾ ഏകദേശം 4 to 5 weeks ഒരു ഇയറിൽ നിങ്ങൾ മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിറ്റ്കോയിൻ്റെ വളർച്ചയുടെ 10% നിങ്ങൾക്ക് പോകും. അതായത് ഞാനീ പറയുന്നത്, ചില ആളുകൾ ബിറ്റ്കോയിൻ്റെ വളർച്ച വേണമെന്നുണ്ട്, പക്ഷേ അവർ ടൈമ് മാർക്കറ്റ് ചെയ്യും. താഴെ പോകുമ്പോൾ മേടിക്കാനിരിക്കും, മുകളിൽ പോകുമ്പോൾ സെല്ല് ചെയ്യാനിരിക്കും. പക്ഷേ അത് എത്ര ആക്യുറേറ്റ് ആയിട്ട് എല്ലാവർക്കും ചെയ്യാനൊക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠനങ്ങൾ ബേസ് ചെയ്തതാണെങ്കിൽ പ്രൊഫഷണൽ വേൾഡിൽ ഏകദേശം 94% ആളുകളും ഫെയിലാണ്. അപ്പോൾ സാധാരണക്കാർ നമ്മളെപ്പോലെ ആളുകളുടെ ഇടയിൽ 99% ആളുകളും ഫെയിലായി പോവും. ബൈ ലോ സെൽ ഹൈ എന്നുള്ള കാറ്റഗറിയിൽ സക്സസ് ആവും ഹിയർ ആൻഡ് ദെയർ. ബട്ട് ഔട്ട് ഓഫ് 10, ഇഫ് യു ഡു 10 times, you will lose 8 times or 7 times. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നീല ബോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നീല ബോക്സിൽ ഈ ഒരു കൊല്ലത്തെയാണ് 2023 ഇവിടെ ജാനുവരി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിസംബർ ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 12 മാസത്തെ ക്യാൻഡിലാണിത്. ഓരോ വീക്കാണ് ഓരോ ക്യാൻഡിൽ. അപ്പോൾ ഞാൻ ഈ അടയാളപ്പെടുത്തിയേക്കുന്ന ക്യാൻഡിലിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു വലിയ ക്യാൻഡിൽ, ഈ ഒരു വലിയ ക്യാൻഡിൽ, ഈ ക്യാൻഡിലിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാൻഡലിൻ്റെ പ്രൈസിലോട്ട് പിന്നീട് ബിറ്റ്കോയിൻ വന്നിട്ടില്ല ഹിസ്റ്ററിയിൽ. റൈറ്റിലോട്ട് നോക്കുമ്പോൾ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങളുടെ ബിറ്റ്കോയിൻ വാങ്ങിച്ച് അത് അനക്കാതിരിക്കുക, എല്ലാ വീക്ക്ലിയിലും വാങ്ങിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ ചെയ്യാൻ നോക്കുന്നത്. ആ റിട്ടേൺസിനെ, നിങ്ങൾ അങ്ങനെ ചെയ്ത് കിട്ടുന്ന റിട്ടേൺസിനെ ബീറ്റ് ചെയ്യാൻ ഒരു ട്രേഡർക്ക് ഒക്കത്തില്ല. ലോകത്തിൽ ഒരു ട്രേഡർക്ക് ഒക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ
ഈ ക്യാൻഡിൽ, ഈ ഒരൊറ്റ ക്യാൻഡിലിൽ 22% അപ്പ് ചെയ്തേക്കുന്നത്. ഈ ഒറ്റ ക്യാൻഡിൽ ഒരു വീക്കാണ് കേട്ടോ, ഒറ്റ 22%. ഈ ക്യാൻഡിൽ അപ്പ് ചെയ്തേക്കുന്നത് 26%. ഈ ക്യാൻഡിൽ അപ്പ് ചെയ്തേക്കുന്നത് 10%. റൈറ്റിലോട്ട് നോക്കി, ഇതുവരെ ആ പ്രൈസ് റേഞ്ചിലേക്ക് വന്നിട്ടില്ല. അതായത് നിങ്ങൾ ഇവിടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നീട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒരിക്കലും കിട്ടത്തില്ല. ഈ കിട്ടി 22%, 26%, 10% നിങ്ങൾക്ക് കോമ്പൗണ്ട് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ. ഇറ്റ്സ് ഹ്യൂജ്. ഈ ക്യാൻഡിൽ 15%. അങ്ങനെ മൊത്തം ഈ കൊല്ലം 73%. അത് ഈ ക്യാൻഡിൽ മാത്രമല്ല, ഇത് ഇടയ്ക്കുള്ള ക്യാൻഡിലൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പം ഈ 4 വീക്ക് നിങ്ങൾ മിസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വീക്ക് മിസ് ചെയ്തു, ബിറ്റ്കോയിൻ മേലോട്ട് പോയല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ പൈസ എടുത്തിടും. ഓക്കെ, അടുത്ത കുറേ നാളത്തേക്ക് സൈഡ് വേസിലേക്ക് നത്തിങ് ഈസ് ഗോയിങ് ഹാപ്പൻ. അപ്പം അടുത്ത് നിങ്ങളിവിടെ വല്ല സെല്ല് ചെയ്യുമായിരിക്കും താഴെ വരുമ്പോൾ, അടുത്ത് അത് കയറി പോകുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീക്ക് പോകുന്ന കണ്ട് നിങ്ങളിവിടെ പൈസ എടുത്തിടുന്നു. പക്ഷേ ഈ വീക്കിൽ കയറിയേക്കുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം സൈഡ് വേസ് ആണ്, പക്ഷേ ഒരു പുഷ് വരുന്നുണ്ട് ഒരു വീക്കിൽ, ഒരു പുഷ്. അപ്പം ഒരു വീക്കിൽ ഈ ഒരു കൊല്ലത്തെ വെറും 4 ആഴ്ച നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ 73% നിങ്ങൾക്ക് നഷ്ടമാണ്. 73%. വേറെ ഒരു കാര്യം ഞാൻ കാണിക്കാം. 2023 156% ബിറ്റ്കോയിൻ പൊങ്ങിയത്. 156, 2024 121. അപ്പോൾ ഈ 156 നിന്ന് 73% പോകുകയെന്ന് പറഞ്ഞാൽ ഏകദേശം പകുതിയോളം നിങ്ങളുടെ ലാഭം നഷ്ടപ്പെട്ടു, നിങ്ങൾ ടൈമിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ? 2024 നോക്കിയേ, ഇതേപോലെ ഈ ഹ്യൂജ് ആയിട്ടുള്ള ഈ 4 ക്യാൻഡിൽ നഷ്ടപ്പെടുത്തുമ്പോൾ, ജസ്റ്റ് 4 ക്യാൻഡിൽ നഷ്ടപ്പെടുത്തുമ്പോൾ, 4 ആഴ്ച നഷ്ടപ്പെടുത്തുമ്പോൾ 63% പോയി. അതായത് മൊത്തം എത്ര? 121% 24 തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ആർക്ക് കിട്ടും? ഈ 156%, 121% ആര് യൂട്ടിലൈസ് ചെയ്യുന്നത്? ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന, ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ് കിട്ടുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്? പഠനങ്ങളനുസരിച്ച് ഒരു വർഷം ഏകദേശം 13 ദിവസമാണ്, 10 to 13 days ആണ് ബിറ്റ്കോയിന് അതിൻ്റെ ഹ്യൂജ് റാലി തരുന്നത്. 13 ദിവസം ഒരു വർഷത്തിൽ 365 ദിവസം. എന്നാൽ ട്രേഡിംഗ് ഡേയ്സ് വളരെ കുറവാണ്. പക്ഷെ അതിൽ ഒരു വർഷത്തിൽ 13 ദിവസമാണ് ഹ്യൂജ് റിട്ടേൺസ് തരുന്നത്. ആ 13 ദിവസം നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 50% കൂടുതൽ നിങ്ങളുടെ പ്രോഫിറ്റ് നഷ്ടപ്പെടും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ വരച്ച് വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചു വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ഇനി ടെക്നിക്കൽ അനാലിസിസിലേക്ക് പോകാം, എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മുടെ ബാൻഡ് സ്റ്റിൽ ഓറഞ്ച് ആണ്, ദാറ്റ് മീൻസ് അപ് ട്രെൻഡ്. ബട്ട് നമ്മുടെ ഒരു അപ് ട്രെൻഡ് സിഗ്നൽ ഐ തിങ്ക് ഇസ് ലോസ്റ്റ്. അതായത് അടുത്ത ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇനി ഏകദേശം 7 മണിക്കൂറും കൂടെ ഉണ്ട്. അത് ചിലപ്പം ഒരു ബോട്ടമിങ് ടെയിൽ ബാർ ആയിട്ട് മാറാം. അതായത് ഈ ബോഡി താഴോട്ട് മാറിയിട്ട് ഒരു ടെയിലായിട്ട് മാറിയിട്ട് ഏകദേശം ഈ രീതിയിൽ വന്നേക്കാം. ഓക്കെ, ഇതേ രീതിയിൽ ടോപ്പ് ഹെഡ് വന്നിട്ട് ഇങ്ങനെ വന്നേക്കാം. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ബുള്ളിഷ്നെസ്. അതായത് ഇതേപോലെ ഈ ബാർ ആയി തീരുവാണെന്നുണ്ടെങ്കിൽ 7 മണിക്കൂറിന് ശേഷം ഇറ്റ്സ് ഗുഡ്. പക്ഷേ നമുക്കിവിടെ കണ്ട ഒരു ദിസ് പവർ സോഫാർ ഇവിടം വരെ വന്ന് തിരിച്ച് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഡൺ. അതായത് നമ്മൾ ഈ ലെഫ്റ്റിൽ കണ്ട പവർ വാനിഷായി. ഓക്കെ, അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുന്നിൽ കണ്ട ഒരു അപ് ട്രെൻഡ് ഇല്ല ഇപ്പോൾ. നത്തിങ് ഇസ് ദെയർ. ഇനി അപ് ട്രെൻഡ് നമുക്കിനി കിട്ടണം. ഇപ്പം എന്താണുള്ളത്? വാട്ട്സ് റിയാലിറ്റി? ഡൗൺ ട്രെൻഡ്. ഇപ്പം ഡൗൺ ട്രെൻഡാണ് ശക്തമായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീക്കിലി എടുക്കുമ്പോൾ വളരെ സോളിഡായിട്ട് അടുത്ത ഡൗൺ ട്രെൻഡിലേക്കുള്ളത് പോകുന്നതായിട്ട് കാണാൻ നോക്കും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? വീക്കിലിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഡേയിൽ നമുക്ക് അപ് ട്രെൻഡ് കാണിച്ചു, ഇപ്പം ഡേയിലും ഡൗൺ ട്രെൻഡാണ്, വീക്കിലിയിലും ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് തരുന്നുണ്ട് ഈ ഒരു ക്യാൻഡിൽ എസ്പെഷ്യലി. പക്ഷേ വേറെ കാര്യമുണ്ട്, നമുക്ക് 5 days കൂടെ ഉണ്ട് ഈ ക്യാൻഡിൽ പൂർത്തിയാകാൻ വേണ്ടി. അപ്പോൾ അതെങ്ങനെ ആകുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പം എന്താണ് മാർക്കറ്റിൽ ഇപ്പം എക്സാക്ട്ലി എന്താണ്? ഡേയിൽ അപ് ട്രെൻഡ് ഇല്ല, ഡൗൺ ട്രെൻഡാണ്. വീക്കിലിയിലും ഡൗൺ ട്രെൻഡാണ്. മന്ത്ലിയും ഡൗൺ ട്രെൻഡിൻ്റെ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിനി ഒരു അപ് ട്രെൻഡ് വരണം. ഇപ്പം വാട്ട് വി സീയിങ് നൗ ഈസ് ഡൗൺ ട്രെൻഡ്. ഈ ഒരു ബാൻഡ് ആയിട്ടില്ല, കളർ ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അടുത്ത ബാൻഡ് അടുത്ത ബാർ തുടങ്ങുമ്പോൾ ഇത് ഡൗൺ ട്രെൻഡിന് സിഗ്നൽ കാണിച്ചു തുടങ്ങും ഈ ഒരു ബാൻഡ്. ഓക്കെ, കാരണം ഈ ഒരു ക്യാൻഡിൽ അതിനെ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഡൗൺ ട്രെൻഡായി തുടങ്ങുന്നു. അതല്ല, ഇത് വരുന്നു തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, അതേപോലെ തന്നെ സ്ട്രോങ്
ഒരു ബാർ തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് സ്റ്റോറി. ഓക്കെ, അതായത് ഇതേപോലെ തിരിച്ച് ശക്തമായിട്ട് വരും, അതേപോലെ തിരിച്ച് ശക്തമായിട്ട് ഓറഞ്ച് ബാർ വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ടോപ്പിക്. അത് ആ സമയത്ത് നമുക്ക് അന്നേരം അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ വി ലോസ്റ്റ് ദ അപ് ട്രെൻഡ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു അപ് ട്രെൻഡ് സിഗ്നൽ നമ്മൾ ലോസ്റ്റ് വളരെ ഏർലിയാണ്. ഇപ്പോൾ ഇവിടെ അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്, കാരണം ഇത് പോയിട്ടില്ല. അടുത്ത ക്യാൻഡിൽ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഇത് ചേഞ്ച് ആയി തുടങ്ങും. സോ ഗൈസ്, സോ ചീപ്പ് നൗ. ഈ താരിഫിൻ്റെ ഫിയർ കൊണ്ടാണ്. ഇസ് നത്തിങ് ഹാപ്പൻ ടു ബിറ്റ്കോയിൻ, പക്ഷേ താരിഫിൻ്റെ ഫിയർ കൊണ്ടാണ്. കാരണം റൊട്ടേഷനാണ്. ഓക്കെ, റിസ്ക് ഓഫ് അസറ്റും റിസ്ക് ഓൺ അസറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മാർക്കറ്റിൽ പാനിക്ക് വരുമ്പോൾ ആളുകൾ റിസ്ക് ഓഫിലോട്ട് പോകും. ഇഷ്യൂസ് എല്ലാം മാറുമ്പോൾ റിസ്ക് ഓണിലേക്ക് വരും. ഓക്കെ, സോ ഗൈസ്, ടേക്ക് കെയർ. ബൈ ബൈ.